എന്താ പ്രതാപ? നിങ്ങളോടാരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എന്ത് ധൈര്യത്തിലാ ഇങ്ങോട്ട് കയറി വന്നേ? ഒരല്പമെങ്കിലും നാണമുണ്ടോ? ഇവനും ഇവൾക്ക് നാണോ ഇല്ലെന്ന് ഇന്നലെ തന്നെ തെളിയിച്ചതാ. നിങ്ങൾക്കൊക്കെ പ്രായമായില്ലേ? അതിന്റെ ഒരു വകതിരിവ് പോലും നിങ്ങൾക്കില്ലേ? മോൻ ചെയ്ത വൃത്തികെട്ട പരിപാടിക്ക് കൊട പിടിക്കാൻ വന്നതാണോ നിങ്ങൾ? ഒരു സന്ധി സംഭാഷണമൊക്കെ നടത്തി നൈസായിട്ട് ഇവരെ വീട്ടിനകത്തേക്ക് കയറ്റി കഴിഞ്ഞ പിന്നെ ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ നിങ്ങൾക്കുള്ളതല്ലേ? അത് കണക്കൂട്ടി വന്നതായിരിക്കും. അയ്യോ മാഡം, ഇങ്ങനെയൊന്നും പറയരുത്. ഞങ്ങൾ മനസ്സിൽ പോലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. നിങ്ങളൊക്കെ വലിയ ആൾക്കാരാ, ഞങ്ങൾ പാവങ്ങളും. ഞങ്ങൾക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട, ആഗ്രഹിച്ചിട്ടുമില്ല. ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ അന്നന്നത്തെ ജീവിതം കഴിഞ്ഞു പോണം. അതിൽ നിന്ന് എന്തെങ്കിലും മിച്ചമുള്ളത് നാളത്തേക്ക് സ്വരുക്കൂട്ടണം, അത്രേ ഉള്ളൂ. അല്ലാതെ അളവിൽ കവിഞ്ഞുള്ള പണം കുടുംബത്തിന്റെ സന്തോഷം ഇല്ലാതാക്കും, ഒത്തൊരുമ ഇല്ലാതാക്കും. അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്ന സാധാരണ കുടുംബം ഞങ്ങളുടേത്. അതുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത്. പിന്നെ എന്തിനാ കൊണ്ട് കെട്ടിയെടുത്തേക്കുന്നത്? ആചാരപ്രകാരമുള്ള വിവാഹമായിരുന്നില്ലല്ലോ ഇവരുടേത്. അതുകൊണ്ട് വീട്ടിലൊരു പൂജ ഒരുക്കിയിട്ടുണ്ട്. അതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ ഞങ്ങള്. തനിക്ക് ഉളുപ്പുണ്ടോ മനുഷ്യ? എന്റെ ഇവളുടെയും കല്യാണം കൊള്ളാക്കിയിട്ട് ഇവൻ ഇവളെയും വിളിച്ചോണ്ട് പോയി. ഞങ്ങളെ എല്ലാവരും നാണം കെടുത്തി. എന്നിട്ട് ആചാരപ്രകാരമുള്ള കല്യാണം നടത്താൻ ക്ഷണിക്കാൻ വന്നിരിക്കുന്നു. ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാ എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. പറഞ്ഞത് മനസ്സിലാക്കി ഇറങ്ങി പോ.